السلام عليكم، كيفك طيبين؟ جاي كيف صحة كل الأولاد؟ ഞാൻ റജി മണ്ണേൽ. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഏറ്റുവാങ്ങിയ ആടുജീവിതം എന്ന സിനിമയും അതിന് കാരണക്കാരനായ ആറാട്ടുപുഴ പത്തുശ്ശേരി നജീബും ഇപ്പോൾ. ഇനി നമുക്ക് നജീബിനെ അടുത്തറിയാം, നജീബിന്റെ കഥയറിയാം. മതി, ഇത് എന്റെ കഥയാണ്, ഇത് ഞാൻ പറഞ്ഞോളാം. ഒരു മനുഷ്യനാകെയും തകർന്നു പോയതാ, ആ മനുഷ്യന കഥ മൊഴിഞ്ഞു വെച്ചതാ. ഒരു മനുഷ്യന കഥ പകർത്തി വെച്ചതാ. ആടുജീവിതം, നജീബിൻ്റെ ആടുജീവിതം. ആടുജീവിതം, ബെന്യാമിൻ്റെ ആടുജീവിതം. ചുടുമണൽ കാറ്റേറ്റു പാതി വെന്ത ജീവിതം, അന്ന് മണൽ പൊടികൾ കാർന്നു തിന്ന പാതി ജീവിതം. ആർത്തു പെയ്യും ഓർമ്മകളിന്നെന്നെ മൂടവേ, ഹൃദയ നൊമ്പരം ആടുജീവിതം. ഹൃദയ നൊമ്പരം ആടുജീവിതം. ബന്ധുമിത്രമൊക്കെ അന്യമായ ജീവിതം, അന്നു ജന്തുമിത്രമായി മാറി വന്യജീവിതം. മരുമണൽ കാടന്നു തീർത്ത നോവു ജീവിതം, നീറുമുള്ളകം അതാണ് ആടുജീവിതം. നീറുമുള്ളകം അതാണ് ആടുജീവിതം. പകൽക്കിനാവിൽ നിന്നു പോലും മാറ്റി മാറ്റി ഞാൻ മറന്നു മാറ്റി വെച്ച എൻ ചരിതം ചേർത്തു വെച്ചയാൾ. മസറ താണ്ടി ദൈന്യമായ രാവുകൾ തോണ്ടി എൻ്റെ നൊമ്പരം ബെന്യാമിൻ്റെ ആടുജീവിതം. എൻ്റെ നൊമ്പരം ബെന്യാമിൻ്റെ ആടുജീവിതം. എന്ന പോലെ വീശി വന്നിടും ഹക്കിം ഭീകരരൂപി ചമഞ്ഞ് മുന്നിൽ നിന്നിടും. ഉള്ളുലയ്ക്കും ചിന്തകളായ എൻ്റെ ഖാദിരി, സ്നേഹനൊമ്പരമായി കൽവിൽ ഹമീദ് കുഞ്ഞിക്ക. സ്നേഹനൊമ്പരമായി കൽവിൽ ഹമീദ് കുഞ്ഞിക്ക. നിങ്ങൾ തന്ന സ്നേഹമപ്രപാളിയിൽ വെന്തുരുകും ജീവിതമായി വാർത്തുവെക്കുന്നു. ഞാനെരിഞ്ഞ മണൽക്കാട് താണ്ടിയ വൃത്തി, ഏറെ ത്യാഗമോടെ ചെയ്തു തീർത്തൻ ആത്മനൊമ്പരം. ഏറെ ത്യാഗമോടെ ചെയ്തു തീർത്തു ആടുജീവിതം. ഭംഗമോടെ നിറഞ്ഞ നാടിയ വേദി, ഏറെ മോഹമായി മസറ ഇന്നെൻ്റുള്ളുലയ്ക്കണ്. ദൂരെ നിന്ന് നോക്കിയർബാബെന്നുരക്കുവാൻ ആശ പൂക്കണ് എൻ്റെ ആടുജീവിതം. എൻ്റെ ജീവിതം, എൻ്റെ ആടുജീവിതം. എൻ്റെ ജീവിതം, എൻ്റെ ആടുജീവിതം.